ഡെർബി കൊള്ളൂല്ല ഒന്നിനും കൊള്ളൂല്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം ഉറങ്ങുക. അഭിനയം വില്ലന്മാരും ഉള്ള, നായകന്മാരും മോശം. സാഗർ കൊള്ളായിരുന്നു, കണ്ടിരിക്കാൻ ഉറക്കമായിരുന്നു, ഫുള്ള് കൊള്ളൂല്ലായിരുന്നു. എല്ലാരും കാണും. പടം കൊള്ളാം, ഓണാണ്. സാഗർ സൂര്യ കൊള്ളായിരുന്നു, ഫൈറ്റ് സൂപ്പർ ആയിരുന്നു. ക്യാമ്പസ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് 100% ചെന്ന് കാണാം. ഇമോഷൻസ് ഒന്നും അതിൽ വലുതായിട്ടില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഓ ഫൈറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ പടം കൊള്ളത്തില്ല. പോയി പടം പോയി. യൂത്തിൻ്റെ ആണ്, പക്ഷേ എടുത്തിരിക്കുന്ന രീതിയൊന്നും ശരിയല്ല. കഥയൊക്കെ എല്ലാം വേറെ രീതിയാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഓരോ വർഷം മാറുന്ന കണക്കാണ് കാണിക്കുന്നത്. ഇല്ല വರ್ತല്ല. ഓ വില്ലന്മാർ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവരൊക്കെ സീനിയേഴ്സ് ആണെന്ന് തോന്നി പോകും. ജൂനിയേഴ്സ് പോലെ ഇരിക്കുന്നു. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. കണ്ടിരിക്കാൻ ചെറുതായിട്ട്. ഫസ്റ്റ് ഹാഫ് വലിയ ഇതില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല. സാഗറിനെ അമീനാണ് എടുത്ത് പറയാനുള്ളത്, അല്ലാതെ വേറൊന്നും ഇല്ല അവിടെ. അഭിനയം കുഴപ്പമില്ല. അമീൻ്റെ സാഗറിനെ മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലറിൽ മമ്മൂട്ടിയുടെ ചെറുപ്പത്തിൽ അഭിനയിച്ചൊരു പയ്യ, അവനും നന്നായിട്ട് അഭിനയിച്ചു. ആവറേജ്. സിനിമ കൊള്ളാം, കണക്റ്റ് ആവും. എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ട അല്ലമീനിക്കയുടെ കോമഡീസ് ആണ്. അല്ലമീനിക്ക തകർത്തിട്ടുണ്ട് ഈ സിനിമ. സത്യത്തിൽ ഞാൻ സാഗർ സൂര്യക്ക് വേണ്ടി മാത്രം കാണാൻ വന്നേ, പക്ഷെ എനിക്ക് അല്ലമീനിക്കയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സാഗർ സൂര്യയുടെ വില്ലൻ ക്യാരക്ടറും കൊള്ളായിരുന്നു. പടം കണക്റ്റ് ആവും, കൊള്ളാം, അടിപൊളി പടം. ഡെർബി ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇത് പിന്നെ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ സാധാരണ നമ്മൾ നോർമലി ക്യാമ്പസ് ഫിലിം പോലുള്ള ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും സിനിമയിലില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള അങ്ങനെ കുറച്ചുള്ള സെക്കൻഡ് ഹാഫ് ഗുഡായിരുന്നു. പിന്നെ ഇതിൽ നല്ലതെന്ന് പറയാൻ എൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി, നല്ല സ്റ്റൺസ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എബ്രഹാം ഹോസ്റ്റലിലെ ആദം സാബിക്ക്, പുള്ളി അതിന് ശേഷം അത് നമ്മളെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതിന് ശേഷം പുള്ളിയുടെ ഒരു മുഴുനീല കഥാപാത്രമാണ് ഇത്. പക്ഷേ അത് ഇത്ര രസമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. മൊത്തത്തിൽ സിനിമ ഒരു ആവറേജെന്നോ ബിലോ ആവറേജ് എന്നൊക്കെ പറയാം. ഫൈറ്റ് എല്ലാം നല്ല, ആക്ഷൻ കൊറിയോഗ്രാഫി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല അവരെല്ലാം നന്നായിട്ട് സ്റ്റണ്ട് സീനെല്ലാം അവരെല്ലാം ഈ ആക്ടേഴ്സ് എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു വഴക്ക് പോലില്ല. ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്കാണ്, പക്ഷേ ഒരു പാട്ട് പോലും നല്ല പാട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരുപാട് പാട്ടുണ്ട് ഈ സിനിമയിൽ, ഇങ്ങനെ ഇടവിട്ട് ഈ സോങ്സ് വരുന്നുണ്ട്. പക്ഷേ ഒന്നും ഒരു ചവറ് പോലെ പാട്ടുണ്ട്. പക്ഷേ ഗോപി സുന്ദറിൻ്റെ ഒരു അടിച്ചുപൊളിയായാലും എല്ലാം ഒരു രസമുള്ളതല്ല. പക്ഷേ ഇതിൽ ഈ സിനിമയിൽ ഒന്നും ഒരു തരുമ്പും നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടല്ല. അങ്ങനെ പുള്ളിക്ക് അധികം പെർഫോം ചെയ്യേണ്ട ഒന്നുമില്ല. മറ്റുള്ള ഒരു 4-5 പേര്, അമീൻ, നമ്മുടെ ആദം സാബിക്ക്, പിന്നെ എൻ്റെ കൂടെയുള്ള ആ പിള്ളേരെല്ലാം അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കഥയുടെ പോരായ്മ ഉണ്ടോ, തിരക്കഥയുടെ പോരായ്മ ഉണ്ടോ, നമ്മൾ സാധാരണ ഒരു ക്യാമ്പസിൽ നിന്നൊക്കെ സിനിമയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഹോസ്റ്റൽ ലൈൻസ് ഒന്നും കണക്റ്റ് ആയില്ല. ലാസ്റ്റൊക്കെ കുറച്ച് സെൻറ്റിമെൻ്റൽ എലമെൻ്റൊക്കെ കൊണ്ട് മിക്സ് ചെയ്തപ്പോഴാണ് പിന്നെയും നമുക്കൊരു രസമായിട്ട് തോന്നി. അതിലാകെ ഇത് സിനിമയിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ ഇതിൽ ആക്ഷൻ കൊറിയോഗ്രാഫി മാത്രമാണ്. ഇതിൽ ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നോ പറയാനുള്ള